So, hi guys, this is Gokul here. So, I am back with another video. So, again, another gym video. For that, ഞാൻ ഇന്ന് ഇടുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ടീഷർട്ട് ബ്രാൻഡിൻ്റെ കുറച്ച് ടീഷർട്ട്സ് വന്നു. ദിസ് ഇസ് വൺ ഓഫ് ദം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സുള്ള ഫിറ്റാണ്. സോ, ഐ വിൽ ജസ്റ്റ് ട്രൈ ഔട്ട്. ദിസ് ഇസ് ദ ടീഷർട്ട് ആൻഡ് കണ്ടോ ബാക്ക്. ലുക്സ് കൂൾ അല്ലേ? നല്ല പ്രിൻ്റ് അല്ലേ? സോ ഞാൻ ഇവരുടെ വെബ്സൈറ്റ് ടാഗ് ചെയ്തേക്കാം. ഞാനിനി പറയുന്നില്ല ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം. എൻ്റെ 2 വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ജിമ്മിൽ കൊണ്ടുപോകുക എന്നുള്ളത്. സോ കം ലെറ്റ്സ് ഗോ ഫോർ ഷൂട്ടിങ് അനദർ വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ കിച്ചണിൽ പോയിട്ട് പ്രീ വർക്കൗട്ട് മീൽ ഉണ്ടാക്കാം. ഫോർ പ്രീ വർക്കൗട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ന് 2 മുട്ടയും അതുപോലെ തന്നെ ഒരു ബനാനയും ഒരു ബ്ലാക്ക് കോഫിയുമാണ്. ലെറ്റ്സ് ടു ദിസ് എഗ്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എപ്പോഴും ഈ സെയിം പ്രീ വർക്കൗട്ട് തന്നെ എടുക്കാനുള്ളൂ. ബേസിക്കലി ഗൈസ്, എപ്പോഴും ഏകദേശം സെയിം പ്രീ വർക്കൗട്ട് തന്നെ എടുക്കുന്നതാണ് നമുക്ക് കുക്ക് ചെയ്യാനും എളുപ്പം. വളരെ സ്പീഡായിട്ട് പരിപാടികൾ മൂവ് ആവും. നമ്മൾ പല പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മെസ്ഡപ്പ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും സിമ്പിളല്ലേ. 2 മുട്ട പൊട്ടി ചെയ്താൽ 2 ബ്രെഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബനാന കഴിക്കുക. ചെറിയ ഒരു കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രീ വർക്കൗട്ട് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് നമ്മൾ അതാണ് എത്തിക്കുന്നത്. നമുക്കിന്ന് 2 ബുൾസൈ അടിച്ചെടുക്കാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സണ്ണി സൈഡ് അപ്പ്, നമ്മൾ ബുൾസൈ എന്ന് പറയും. യെസ്, ഡൺ ഗൈസ്. ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ ഇടേണ്ടവർക്ക് ഇടാം, ഇടണ്ടാത്തവർക്ക് ഇടണ്ട. ഞാൻ എൻ്റെ ഫ്ലേവറിന് വേണ്ടി ഇടുന്നു എന്നുള്ളതുള്ളൂ. സോ കംപ്ലീറ്റ്ലി അപ് ടു യു പീപ്പിൾ. സോ ഗൈസ്, ഈ പ്രീ വർക്കൗട്ട് ബ്ലാക്ക് കോഫി ടേസ്റ്റി ആക്കാനായിട്ടൊരു ഐഡിയ വരുന്നില്ലല്ലോ. യെസ്, ഒരു 3 ഐസ് ക്യൂബ്സ് എടുത്തിടുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു കോൾഡ് കോഫി പോലെ കുടിക്കാൻ പറ്റും, ലൈക്ക് ഷേക്ക് ചെയ്തിട്ട്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിന് ഇട്ടതിന് ശേഷം നമ്മൾ ഷേക്ക് 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 നേരത്തെ നല്ലോണം അടഞ്ഞിട്ടില്ലായിരുന്നു ഗൈസ്. ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ കറക്കി പിടിക്കുക, സ്കിൽസ് കാണിക്കുക. ദെൻ ആസ് യൂഷ്വൽ വെള്ളം എടുക്കണം. നിങ്ങളും തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ യൂസ് ചെയ്തോട്ടോ. ഒരുപാട് അസുഖങ്ങളുണ്ട് വെറുതെ നമ്മൾ ചെറിയ പരിപാടികളൊക്കെ പിടിച്ച് വീട്ടിലിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഹെൽത്തി ആയിട്ട് കുടിക്കുന്നതല്ലേ. വിൽ ജസ്റ്റ് പാക്ക് അവർ സപ്ലിമെൻറ്റ്സ് ഓൾസോ. പിന്നെ നമ്മൾ ഏത് ഫ്ലേവർ എടുക്കും? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കാശിൻ്റെ എന്തെങ്കിലും ഇതാണ്. സോ അല്ല ഗൈസ്, ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കോണ്ടന്റ് ഇട്ട് നമുക്ക് കിട്ടിയ സ്പോൺസർഷിപ്പാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഫ്ലേവർ ഓർഡർ ചെയ്യും. നമുക്ക് ഇത് ചെയ്യണ്ടോ, കുൽഫി ഫ്ലേവറിന് വേ പ്രോട്ടീൻ കൊണ്ടുപോകാം. നിങ്ങൾക്കും പറ്റും കേട്ടോ. നിങ്ങളും ഇപ്പോൾ കാണുന്ന ആൾക്കാർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നിങ്ങൾക്കും കോണ്ടൻ്റൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡുകളുടെ സപ്ലിമെൻറ്റ് സ്പോൺസർഷിപ്പൊക്കെ കിട്ടട്ടെ. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. വേ പ്രോട്ടീൻ്റെ ക്രിയാറ്റിൻ ഞാൻ ഇന്ന് എടുക്കുന്നത് അൺഫ്ലേവേർഡ്. സോ അതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വേ പ്രോട്ടീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് എടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ അതോടെ ഉണ്ട്. പിന്നെ അതൊന്ന് അടച്ചിട്ട് ലൈക്ക് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഷേക്ക് ചെയ്ത് കറക്കി പിടിക്കണം. ഇപ്പോൾ നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ സെറ്റായി. വീൽ ഈറ്റ് ഇറ്റ്. എൻ്റെ കൂട്ടത്തിൽ ബനാനയും കൂടെ എടുക്കുന്നുണ്ട്. യെസ്, നമുക്ക് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാം. സോ എഗെയിൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പ്രീ വർക്കൗട്ട് മീലും അറൗണ്ട് 20 റുപ്പീസിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. വേണ്ട, നീ ഇത് മുട്ട നീ കഴിക്കത്തില്ല. സോ ഗൈസ്, എൻ്റെ ഡോഗ് അമ്മിണി ഇവിടെ വന്നിട്ടുണ്ട് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. പഴം നല്ലോണം പഴുത്ത് പോയിട്ടുണ്ട്. പക്ഷെ നല്ല പഴുത്ത പഴം നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കോൾഡ് കോഫി അതും കൂടെ കുടിച്ചിട്ട് നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ്. പിന്നെ ഒരു കഫെയിൻ കിക്ക് കിട്ടാൻ വേണ്ടി മാത്രം എടുക്കാം. സോ ഫിനിഷ്ഡ്. നമുക്ക് പോവാം. നിൽപ്പുണ്ട് എൻ്റെ മുട്ട ഓംപ്ലേറ്റ്, അല്ല എൻ്റെ ബുൾസൈ കുറച്ച് കഴിച്ചിട്ട് ഇതേ പുള്ളിക്കാരി കിച്ചണിൽ വന്നിപ്പുണ്ട്. അമ്മ ഇവിടെ കുറച്ച് വർക്കിലൊക്കെയാണ്. ഒന്ന് നോക്കിയാമ്മ, ഒരു ഹായ്. സോ നമ്മളിത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സോ നമ്മളിന്ന് നമ്മുടെ ബൈക്കിലാണ് പോകുന്നത്. എന്നും കാറിൽ പോകാൻ പറ്റില്ല ഗൈസ്, നമ്മളത്ര ലക്ഷറി ഒന്നുമല്ല. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് എല്ലാ ദിവസവും കാറിൽ പോലും നടക്കില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കാറിന് പോകാമെന്നല്ല. ദിസ് ഈസ് മൈ ബൈക്ക് R15 V3. ഞാനിതിൻ്റെ ഹാൻഡിലൊക്കെ മാറ്റി ഒന്ന് കസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. സോ യെസ്, നമുക്ക് പോവാം. സോ റൈഡ് സേഫ് യൂസിങ് യുവർ ഹെൽമെറ്റ്സ്. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ജിമ്മെത്തി. പറഞ്ഞില്ല നമ്മൾ ബൈക്കിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ മുഴുവൻ ഡാമേജ് ആവും. ഇപ്പോൾ എന്തോ രീതിയിലൊക്കെ ഹെയർ ഇരിക്കണം.
യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ 28 പടിയുള്ള ജിമ്മിൻ്റെ പടികൾ മൊത്തം ചവിട്ടി ചവിട്ടി കയറുകയാണ്. കൂൾ. സോ യെസ് ഗൈസ്, നമ്മൾ ജിം എത്തിയിരിക്കുകയാണ്. സോ എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയോ ബ്രോ, ജിമ്മിൽ പോകുന്ന ടൈമിങ്ങിൻ്റെ കാര്യം ചോദിക്കും. ഏത് ടൈമിന് പോകുന്നതാണ് ബെറ്റർ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുക അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ തോന്നുന്ന സമയം, അതാണ് ബെസ്റ്റ് ടൈം. ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് റെഗുലറായിട്ട് പോകാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് താങ്ക് യു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസും ഹാവ് പാസ്ഡ് 10K വ്യൂസ് ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാവ് ക്രോസ്ഡ് 2.9K സബ്സ്ക്രൈബേഴ്സ്. സോ നമ്മൾ 3K ഉടനെ അടിക്കും. സോ അതിനൊരു വലിയ താങ്ക് യു. ആൻഡ് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. സോ ഹാപ്പി. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് 2 ആണ് പുഷ് പുൾ ലെഗ് സീരീസിൻ്റെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പുൾ ഡേ ആണ്. പുൾ ഡേയിൽ ബാക്ക് ആൻഡ് ബൈസെപ്സ്. അപ്പോൾ എങ്ങനെയാണ്? ലെറ്റ്സ് ഗോ, കം. ഫോർ ദ ബാക്ക് ഡേ നമ്മൾ ബാക്ക് മസിൽസൊക്കെ ഒന്ന് ഫുള്ളി ആക്ടിവേറ്റ് ആവാനായിട്ട് പുള്ളപ്സ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാമപ്പ് സെറ്റായിട്ട് മാത്രം. സോ നമ്മളൊരു 3 സെറ്റ്സ് പുള്ളപ്പ് ചെയ്യും. കം, ലെറ്റ്സ് ഗോ. സോ whenever you do pull-ups, മുകളിൽ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ഫുൾ ഫോമിൽ റിലീസ് ചെയ്യുക. ഹോൾഡിങ് ടോപ്പ്, പതുക്കെ റിലീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലേ ബാക്ക് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആക്ടിവേറ്റ് ആവില്ല. സോ സ്ക്യൂസ് ചെയ്ത് ഒരു 10 to 12 നമ്പേഴ്സ് ഹോൾഡ് ചെയ്ത് ചെയ്യുന്ന പോലെ ചെയ്യാം. ഫൈനലി നമ്മുടെ പുള്ളപ്സ് ചെയ്ത് കഴിഞ്ഞു. ദ ഫസ്റ്റ് ഐറ്റം വി ആർ ഗോണ ഡു വാസ് സ്മിത്തിൽ റോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വി ആർ ഗോണ ഡു 7 സെറ്റ്സ്. 7 സെറ്റ്സിൽ 2 സെറ്റ് വിൽ ബി വർക്കിംഗ് സെറ്റ്. അപ്പോൾ ലെറ്റ്സ് ലോഡ് അറൗണ്ട് അപ്പുറം ഇപ്പുറം 10 വെച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്യാം. കം. സോ വിൽ പിക്ക് അവർ വെയ്റ്റ്സ്. നമുക്ക് 2 10ൻ്റെ പ്ലേറ്റ്സ് എടുക്കാം. കം. ഒരു 12 നമ്പേഴ്സ് ഈച്ച്. 2 സെറ്റും 12 12 വെച്ചിട്ട് ബോഡി ഒന്ന് ചെറിയ പെൻഡ് കൊടുത്ത് ഫോർവേഡിലേക്ക് ലീൻ ചെയ്തിടുക. ആൻഡ് ടേക്ക് ദിസ്, ഹോൾഡ്, പതുക്കെ താഴേക്ക് ഇടുക. ഹോൾഡ് ചെയ്യുക, ചേർത്ത് താഴേക്ക് ഇടുക. ബോഡി അനങ്ങരുത്, നമ്മുടെ ലാറ്റ്സ് മാത്രം ആക്ടിവേറ്റ് ആവാം. ദാറ്റ്സ് ഹൗ യു ഹാവ് ടു ഡു. ലാസ്റ്റ് വൺ. ഈസി. പിന്നെ നമുക്കുള്ള 5 വർക്കിംഗ് സെറ്റാണ്. അതിന് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഫോർ ദിസ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള വെയിറ്റ്സും അതുപോലെ തന്നെ എൻ്റെ ഈ എക്സസൈസ് പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നോർമൽ 4 സെറ്റ്സ് തന്നെ ചെയ്യാം. വർക്കിംഗ് സെറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലോഡ് കൂടുതൽ കിട്ടും. അഗെയിൻ 10 kg വെച്ചിട്ട് ലോഡ് ചെയ്യാം. യെസ്. അപ്പോൾ സെയിം വിൽ ഗോയിങ് ഫോർ 12 നമ്പേഴ്സ് ഈച്ചാണ് പോകുന്നത് എല്ലാ സെറ്റും. ബാക്കി 5 സെറ്റും 12 നമ്പേഴ്സ് വെച്ചിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. 1 2. യെസ്. നല്ല രീതിയിൽ കിട്ടും. ആ ഹോൾഡ് പെർഫെക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റെപ്പ് റേഞ്ച് ഒന്നും അടിക്കണമെന്നില്ല. ഒരു മിനിമൽ റെപ്പ് റേഞ്ചിൽ പോയാൽ തന്നെ നമ്മുടെ ബാക്ക് കത്തും. ഗൈസ്, അപ്പോൾ വി ആർ ഗോയിങ് ഫോർ ദ ലാസ്റ്റ് സെറ്റ്. ഇത് 80+ ഒരു 100 kg അടുത്തുണ്ട്. യെസ്. ബാർ വെയ്റ്റ്സും കൂടെ കൂട്ടിയിട്ട് നമുക്ക് മാക്സിമം ഒരു 8 നമ്പർ പോകാൻ നോക്കാം. കാരണം ഫെയിലിയർ ആണ്. ലെറ്റ്സ് പുൾ. പുരുഷനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. ഈസി. ചെസ്റ്റ് അപ്പ് ചെയ്യുക, സ്ട്രെയിറ്റ് ആക്കുക, പുൾ. 1. ഒരു 6 നമ്പേഴ്സ്. ബാക്കി 2 നമ്പേഴ്സ് പുള്ളി ചെയ്തിട്ട് കിട്ടിയില്ല. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ മാക്സിമം പുള്ളി ചെയ്തു. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വെയിറ്റ്സ് നിങ്ങൾ തന്നെ തിരിച്ചെടുത്തിടാനുള്ള പരിപാടി നോക്കുക. കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടാക്കരുത്. എപ്പോഴും വർക്കൗട്ട്സ് കഴിഞ്ഞിട്ട് വെയിറ്റ് തിരിച്ച് അൺലോഡും കൂടെ ചെയ്യണം. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഡംബിൾ റോ ആണ്. ഡംബിൾ റോ ഹെവി ആയിട്ട് തന്നെ ചെയ്യുന്ന 4 സെറ്റ് 12 നമ്പേഴ്സ് ഈച്ച്. എല്ലാ സെറ്റും 12 നമ്പേഴ്സ്. അത്യാവശ്യം നമ്മൾ ലോഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. 4 സെറ്റ് 12 നമ്പർ. കം, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാനിന്ന് ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ ഡംബിൾ റോ ചെയ്യുമ്പോഴത്തേക്കും ഈ പൊസിഷൻ ഒന്ന് ടിൽറ്റ് ചെയ്ത് മുകളിലേക്ക് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ. സോ അപ്പം കുറച്ചുകൂടെ ഫോക്കസ് നമ്മുടെ ലാറ്റ്സിലേക്ക്. യെസ്. റൈറ്റ്. ജിമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഭയങ്കര പവർ കട്ടായതുകൊണ്ട് ഇടയ്ക്ക് ലൈറ്റ് പോയി വന്നൊക്കെ നിൽക്കുകയാണ്. മാക്സിമം താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് ലാറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. യെസ്. സോ നമ്മുടെ സെക്കൻഡ് സെറ്റ്
വി ആർ ഗോയിങ് വിത്ത് 25. സോ സെയിം നമ്പേഴ്സ്, 12 നമ്പേഴ്സ് ഈച്ച്. നമ്മൾ നമ്മുടെ റേഞ്ച് ഓഫ് മോഷനും ഫോമും കറക്റ്റ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. ഈസി. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇഫ് യു ടിൽറ്റ് ദിസ് ലൈക്ക് ദിസ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ബാലൻസ് കിട്ടും ചെയ്യാനായിട്ട്. സോ അപ്പം കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നമുക്ക് പുൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഇൻക്ലൈൻ പൊസിഷനിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാറ്റ്സിന് എൻഗേജ്മെൻറ്റും കിട്ടും, കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഈസി ടു. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അടുത്ത 2 സെറ്റും നമ്മൾ വെയിറ്റ് കൂട്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 25, 30, 35 അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാം 12 നമ്പേഴ്സ് വെച്ചിട്ട്. സോ ഗൈസ്, തേർഡ് സെറ്റിന് നമുക്ക് 30 kg എടുക്കാം. 30. കം. സോ വെയിറ്റ് ലോഡായാലും കുറഞ്ഞാലും നമ്മൾ ഫോം കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഹോൾഡ് ചെയ്യുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക. ജസ്റ്റ് ഹോൾഡ് ദിസ്. 2. ഓപ്പോസിറ്റ്. 1, 2. യെസ് ഗൈസ്, ഇപ്പോൾ നമ്മൾ 3 സെറ്റ് കഴിഞ്ഞ് ഫോർ ദ ഫൈനൽ സെറ്റ് നമ്മൾ 35 എടുക്കാൻ പോകണം. കം ഓൺ, ലെറ്റ്സ് ഗോ. മോർ പവർ. സോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാം. വിൽ ഗോ ടേക്ക് 35. 35 അല്ലേ? അതെ, 35 തന്നെയാണ്. കം ഓൺ. യെസ്, ഇതിനൊക്കെ ഇത്രയും പാലുണ്ടാ? 12 നമ്പർ കത്തിക്കാം. കം ഓൺ. 2, 1. ഈസി. ഇല്ല പോലോ, വിചാരിക്കുന്നതല്ല. 35 അത്യാവശ്യം കഠിനമാണ്. 2, 1. കഥം. ഞാൻ ഈ 35 എടുത്തെന്ന് പറഞ്ഞിട്ട് 35 ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണോ കഴിയുന്നത് ആ വെയിറ്റ് വെച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സീറ്റഡ് റോ ആണ്. സീറ്റഡ് റോ എല്ലാം 4 സെറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിന്ന് ചെയ്യുന്ന ആദ്യത്തെ വർക്കൗട്ട് വെച്ച് ബാക്കി എല്ലാം 4 സെറ്റ്സ് ഈച്ചാണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്യും. നമ്പേഴ്സ് കുറച്ച് കുറവായിരിക്കും ചെയ്യുന്നത്. 8 reps വരെ പോവും മാക്സിമം ഫെയിലിയറിൽ ലാസ്റ്റ് സെറ്റിലൊക്കെ. സോ അതാണ് നമ്മളിപ്പോഴത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. റെപ്സ് അധികം പോവാതെ വെയിറ്റ് ലോഡ് ചെയ്തിട്ട് മാക്സിമം കൺട്രോൾഡ് റെപ്സ് എത്ര അടിക്കാൻ പറ്റും അത്രയും ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ഫോർ ദ സീറ്റഡ് റോ. കം. 1 സൈഡ് 15 ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓരോ സെറ്റിലും ലോഡ് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സെറ്റിൽ തന്നെ ഭയങ്കര ലോഡ് കൂട്ടുന്നില്ല. സോ ലെറ്റ്സ് ഗോ. ഇതൊരു 15 നമ്പേഴ്സ് പോകും ഫസ്റ്റ് സെറ്റ്. നോർമൽ ന്യൂട്രൽ ഗ്രിപ്പാണ് പിടിക്കുന്ന. ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. ഹോൾഡ് ഇറ്റ്, സ്ലോ റിലീസ്. ബോത്ത് സൈഡ് ഈക്വൽ 10. 6. ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. ലാസ്റ്റ് സെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 kg കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് കത്തണം. കത്തിക്കാം. 1 more, last one. എന്താ അറിയാ, അത് കിട്ടി കേട്ടോ. ഇങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ കേട്ടോ ഗൈസ്. എല്ലാ സെറ്റും റെപ്പും ഇതുപോലെ കൺട്രോൾ ചെയ്ത് പതുക്കെ അടിച്ചാലേ കാര്യമുള്ളൂ. ഇതുപോലെ സ്ലോ റെപ്പിൽ ചെയ്താലേ മസിൽ വളരത്തുള്ളൂ മച്ചാനെ. സോ ഗൈസ്, our next workout is straight arm pull down. ഇതും നമ്മൾ 4 സെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പൊസിഷൻ ശ്രദ്ധിക്കുക, കാല് സ്ലൈറ്റ് ആയിട്ട് ഷോൾഡർ ലെവലിൽ വെക്കുക ആൻഡ് ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് പതുക്കെ സ്ക്യൂസ് ചെയ്യുക. ബാക്കിലുള്ള സ്ക്യൂസിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പതുക്കെ ഉള്ള റിവേഴ്സ് മോഷനും നെഗറ്റീവ് ടെൻഷനും പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലാറ്റ്സ് പ്രോപ്പറായിട്ട് എൻഗേജ് ആവത്തുള്ളൂ കേട്ടോ. സോ ഡു ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. ഫോർ ദ ലാസ്റ്റ് സെറ്റ് നമ്മൾ 60 ഇടാം. മോനെ ഇതെല്ലാം അങ്ങോട്ട് വലിക്കുന്നില്ലോ. ഈസി. ലാസ്റ്റ് വിചാരിച്ചോളല്ല, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ ബാക്ക് വർക്കൗട്ട് മൊത്തം റാപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടാണോ, ലൈക്ക് ഞാൻ ലോഡ് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നിങ്ങളുടെ വർക്കൗട്ട് സെഷനിൽ നിങ്ങൾക്ക് എന്താണോ ലോഡ് എങ്ങനെ പോകുന്നോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. സോ നെക്സ്റ്റ് നമുക്കുള്ളത് ബൈസെപ്സ് ആണ്. ലെറ്റ്സ് ഗോ കിൽ അവർ ബൈസെപ്സ് ആൻഡ് കം. ബൈസെപ്സ് നമ്മൾ കൊന്നുകൊള്ളണം. ഏത് വർക്കൗട്ട് ചെയ്താലും നമ്മുടെ മസിൽസിനെ കില്ല് ചെയ്യാന്നുള്ള സെറ്റപ്പാണ്. നമ്മൾ ഈ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആ മസിൽ ഉണ്ടാവരുത്, അതാണ് നമുക്ക് വേണ്ടത്. ബൈസെപ്സിന് നമ്മളൊരു വിൽ ബി ഡൂയിങ് അറൌണ്ട് 3 വർക്കൗട്ട്സ് ചെയ്യും. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ഹാപ്പൻസ്. നമുക്ക് ബൈസെപ്സ് ചെയ്യാം. ഗൈസ്, ലെറ്റ്സ് ഗോ ഫോർ ദ ബൈസെപ്സ് വർക്കൗട്ട്. നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഡംബൽ കേൾസ്. എവിടം വരെ കൊണ്ടുവന്നാൽ മതി. അതിന് പതുക്കെ തന്നെ നിങ്ങൾ ബൈസെപ്സ് യൂസ് ചെയ്ത് തന്നെ മുകളിലേക്ക് സ്ക്യൂസ് ചെയ്യുക. ഒരു സ്ക്യൂസ് കൊടുക്കാം മുകളിൽ കൊണ്ടുവന്നിട്ട്. സോ അപ്പോൾ നമ്മുടെ മെയിൻ ഹെഡ് ആക്ടിവേറ്റ് ആവും. നമ്മുടെ ബൈസെപ്സ് മാത്രമേ വർക്ക് ആവുള്ളൂ. നമ്മൾ ബോഡി എടുത്തിട്ട് ആട്ടി ചെയ്യരുത്. ഹോൾഡ്, പതുക്കെ. സോ ഗൈസ്, വി ടുക്ക് 10 kg. ഇത് തേർഡ് സെറ്റ് ആണ്.
10 kg, same range. We'll go for failure. 9. One more. പോച്ച് എല്ലാമേ പോച്ച്. ഇവിടെ ചൊറിയുന്നൊരു എഫക്റ്റ് ഇല്ലേ ചെയ്ത് കഴിയുമ്പോൾ കത്തിയിട്ട് ആ അവസ്ഥയാ. സോ ഗൈസ് ബൈസെപ്സിന്റെ ലാസ്റ്റ് സെറ്റ് നമുക്ക് 12.5 എടുത്ത് നോക്കാം. ഇത് 10 ആണ്. I'll go get 12.5 and come. ഒരു 12 എടുക്കാം. എൻ്റെ ആ ചേട്ടനൊക്കെ ചോദിച്ചു നോക്കാം. ഗൈസ് ഒരു 12.5 ഓട്ടം. എടാ മോനെ താങ്ക് യു. പിന്നെ എടുത്തേ എന്താ സ്നേഹമുള്ള ജിം വെയ്റ്റ്സ് 12.5 കൊണ്ടു തന്നു. അതായത് വെറുതെ താത്തിയിട്ട് പിടിക്കാൻ തന്നെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. കത്തിക്കാം. 5 6 8 യെസ്. തീർന്നു. എടാ നിന്റെ പേരെന്താ? എബിൻ. എബിൻ ഒരു ഷൗട്ട് ഔട്ട്. സോ ഗൈസ് അടുത്തായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതാരും ജിമ്മിൽ പോയി അങ്ങനെ പരീക്ഷിച്ച് നോക്കരുത്. ഇത് കുറച്ചുകൂടെയൊക്കെ ഇത്തിരി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബട്ട് ദിസ് വർക്ക്ഔട്ട് നമുക്ക് ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഇടുന്നത് റെസിസ്റ്റൻസ് ബാൻഡ് ഇട്ടാണ് ചെയ്യുന്നത്, കുറച്ചൊരു ടെൻഷൻ കിട്ടാനായിട്ട്. സോ ലെറ്റ്സ് ഗോ. കിൽ ഇറ്റ് അപ്പ് ബ്രോ. നമ്മൾ അപ്പുറം ഇപ്പുറം 5 വെച്ചേ ലോഡ് ചെയ്യുന്നുള്ളൂ. 5 ലോഡ് ചെയ്യുന്നു എന്ന് കരുതി ഇതിന് വെയിറ്റ് കുറയില്ല. ഇതിന് താഴത്ത് ഈ സാധനം ഉണ്ട്. ഇപ്പൊ കാണിച്ചത് എങ്ങനെയാ ചെയ്യുന്നത്. കഴിഞ്ഞ ബൈസെപ്സ് വർക്കൗട്ടിന് ചെയ്തിട്ട് ഭയങ്കര കില്ലായി പോയതാണ്. സോ ഞാൻ വിചാരിച്ചു ഈ സെഷനും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന്. ലെറ്റ്സ് ഗോ. ഇങ്ങനെ ഇടുക. നമുക്കിത് ചെയ്യുമ്പം എപ്പോഴും ഒരാൾ സപ്പോർട്ടിന് കൂടെ വേണം, അല്ലാതെ സാധനം പോകൂല. ഈസി. പറഞ്ഞില്ലേ ഇതങ്ങനെ എല്ലാവരും അനുകരിച്ച് നോക്കരുത്, ചത്തു. സോ ഗൈസ് ദിസ് ഈസ് സുധേട്ടൻ. സുധേട്ടനാണ് ജിമ്മിന്റെ ഓണർ കം മാസ്റ്റർ ട്രെയിനർ. നേരത്തെ എന്റെ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ലേ? തംസ് അപ്പ് കൊടു. സോ ഗൈസ് വി ആർ നോട്ട് ഗോണ ലോഡ് എനി മോർ വെയ്റ്റ്സ് ഇൻ ടു ദിസ് ബിക്കോസ് ഇത് തന്നെ ഭയങ്കര ഹെവിയാണ്. കാരണം അത്രയും ടെൻഷനുള്ള റെസിസ്റ്റൻസ് ബാൻഡ് കിടക്കുന്നുണ്ട്. ഈവൻ നമ്മളിപ്പോൾ 10 kg പ്ലസ് ബാർ വെയിറ്റ് ആണെങ്കിലും ഭയങ്കര ടഫാണ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ. നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാണ്ട് ഭയങ്കര പാടാണ്. സോ ഈവൻ നമുക്കൊരു അവസാനത്തെ ഒരു 4-3 റെപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഒരാളെ സപ്പോർട്ടിന് എന്തായാലും വേണം. അന്നേരം നമുക്കത് പവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിനി ഇതൊരു 3 സെറ്റ് ഉണ്ട്. ലെറ്റ്സ് ഗോ. എന്നെ കൊണ്ടേ പോവുള്ളൂ. മോളി കൊണ്ട് സ്ക്യൂസിൽ നിൽക്കുക. യെസ്, പതുക്കെ റിലീസ് ചെയ്യാം. ഈസി. ഓ കില്ലർ. പരിചയപ്പെടുത്താൻ വേണ്ടി. സോ ദിസ് ഇസ് റാഫി. വെയിറ്റ് ലിഫ്റ്റർ ആണ്, ബോഡി ബിൽഡർ ആണ്, കോച്ചാണ്, എല്ലാം. പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുക്കിങ്ങിന്റെ ആണെങ്കിലും വർക്ക്ഔട്ട്സിന്റെ ആണെങ്കിലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സോ ഗൈസ് നമ്മളപ്പം ഇസഡ് ബാർ കേൾസിന്റെ ലാസ്റ്റ് സെറ്റിലേക്ക് പോവാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്ന്. ഓരോ സെറ്റ് കഴിയുമ്പോഴത്തേക്കും ബൈസെപ്സ് കില്ലായിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടാണ് നമ്മുടെ ബൈസെപ്സിന് കിട്ടുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ഫുൾ ഡേ സെഷനിൽ ഈ സാധനം ചെയ്ത് നോക്കിയോ. റെസിസ്റ്റൻസ് ബാൻഡ് ജിമ്മിലുള്ളവർ ബ്രോ യു ഗോണ ബ്ലോ യുവർ ബൈസെപ്സ്. കത്തിച്ചു കളയും. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. വാ. ചത്തി എന്റെ മോനെ, ഇനി എന്തിനു കൊള്ളാടാ. ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കൈ പൊങ്ങുന്നില്ല. ബൈസെപ്സിന്റെ ലാസ്റ്റ് വർക്ക്ഔട്ട് അത് ഡംബൽ ഹാമറാ ചെയ്യുന്നത്. അതും 4 സെറ്റ്. അതൊരു ചെറിയ വെറൈറ്റി ഉണ്ട്. ഓൾട്ടർനേറ്റഡാ ചെയ്യുന്നത്. ലൈക്ക് 1 2 ഡബിൾ. പക്ഷെ അത് ഭയങ്കരമായിട്ട് കില്ലാവും. നമുക്ക് നല്ല എഫക്റ്റ് കിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കൺട്രോൾ റപ്പ് ചെയ്യാൻ വേണം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. സോ കം ഗൈസ്, ലെറ്റ്സ് ഗോ. 1 2 3 ഈസി. കൺട്രോൾ 2. ചെറുതായിട്ട് ഷോൾഡർ ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ ലാസ്റ്റ് റപ്പാ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞാനിപ്പോൾ സെയിം വെയിറ്റ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം
എനിക്ക് റെപ്പ് കറക്റ്റായിട്ട് കിട്ടാനും ഫോം കിട്ടാനും വെയിറ്റ് ലോഡ് ആയി കഴിഞ്ഞാൽ കിട്ടൂല. ലാസ്റ്റ് വൺ ഗൈസ്, ലാസ്റ്റ് വൺ. എന്റെ മോനെ നാളെ രാവിലെ പല്ലേക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ആട്ടാൻ പറ്റൂല, ഇത് പോയി. സോ നമ്മൾ നമ്മുടെ ബൈസെപ്സ് ഫിനിഷ് ചെയ്തു. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടെ നടന്ന പരിപാടികളൊക്കെ. സോ അവസാനത്തെ കുറച്ച് അലങ്കോല പണികൾ എന്ന രീതിയിൽ നമ്മൾ ആപ്സിന് 2 വർക്കൗട്ട് കൂടെ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ആപ്സിന് ലൈക്ക് വീക്കിലി ഒരു 2-3 പ്രാവശ്യം നല്ലോണം തന്നെ ഹിറ്റ് ചെയ്യും. വെയിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പോണേ. യെസ്, വെയിറ്റഡ് ക്രഞ്ചസ് ചെയ്യാനായിട്ട് 10 kg എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്സിന് എപ്പോൾ വർക്കൗട്ട് ചെയ്താലും വെയിറ്റ് ഇട്ട് തന്നെ ചെയ്യുക. ബാക്കിയുള്ള ബോഡി മസിൽസിനെ പോലെ തന്നെ ആപ്സും ഭയങ്കര വെയിറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വോളിയം വരത്തുള്ളൂ. സോ നമുക്ക് 10 വെച്ചിട്ട് ഫ്ലാറ്റ് ക്രഞ്ചസ് ചെയ്യാം. കം 2 more. നല്ല രീതിയിൽ കത്തും ഇതുപോലെ വെയിറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ ഒരു 3 സെറ്റ് കൂടെ 2.5 kg അത്ര എന്തുണ്ട്. നമ്മൾ ഇതിട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ മഞ്ഞിടും. അപ്പം നമുക്ക് എക്സ്ട്രാ ലോഡ് കാലിന് കിട്ടും. അപ്പോൾ ഫുൾ സെറ്റ്. സോ വി ഹാവ് ദിസ് മച്ച് വെയിറ്റ്. കാലിൽ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാങ്ങിങ് ലെഗ് റേസ് ആണ്. ലോട്ട് ഓഫ് നമ്മൾ ആസ്കിങ് മീ ദാറ്റ് ആപ്സ് കട്ടാവാൻ എന്ത് ചെയ്യണം, ആപ്സിന് ഷേപ്പ് വരാൻ എന്ത് ചെയ്യണം, വലിപ്പം വെക്കാൻ എന്ത് ചെയ്യണം. ലൈക്ക് ഓൺലി തിങ് ഇസ് വെയിറ്റ് ലോഡ് ചെയ്ത് ആപ്സിന് വർക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം നിങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള ലോഡ് തന്നെ ചെയ്ത് ആപ്സ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. സോ കം ലെറ്റ്സ് ഗോ ഡു ഹാങ്ങിങ് ലെഗ് റേസ്. ലെഗ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല് മറ്റേതിൽ പൊങ്ങൂല, കാരണം ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട്. കുറച്ചൊക്കെ മുട്ട് മടങ്ങും, പക്ഷേ എന്നാലും ഇതൊരു 10 കിലോയ്ക്ക് മുകളിലുണ്ട് ഗൈസ്. ഇത് വെറുതെ കാല് വെക്കാൻ തന്നെ ഭയങ്കര പാടാണ്. സോ അത്രേ ഉള്ളൂ. അതൊരു 3 സെറ്റ് ആപ്സ്. പിന്നെ നമ്മളൊന്നിനും കൊള്ളൂല ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. യെസ്, സോ ഗായ്സ് ഫൈനലി വി ആർ ഗോണ റാപ്പ് അവർ സെഷൻ. സോ നമുക്കിനി നമ്മുടെ സപ്ലിമെന്റ്സ് കൂടെ എടുത്തിട്ട് വിൽ ഗോ ഹോം. ഞാൻ വർക്കൗട്ടിന് ശേഷമാണ് ഒരു സ്കൂപ്പ് വേപ്പ് ആൻഡ് ഒരു സ്കൂപ്പ് ക്രിയാറ്റിൻ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഐ പ്രിഫർ മോർ ലൈക്ക് പോസ്റ്റ് വർക്കൗട്ട് ഒരു സപ്ലിമെന്റ് എടുക്കുന്നത്. വണ്ടിങ്ങനെ നമ്മൾ കറക്കി എല്ലാ വീഡിയോയിലും വരെ ഇത് കുടിച്ചു കഴിഞ്ഞാലും ആസ് എ ടിപ്പിക്കൽ മല്ലു ജിം റാറ്റ് എന്ന രീതിയിൽ മലയാളികളുടെ സ്ഥിര സ്വഭാവം നമ്മൾ ഈ മീൻകറിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ ചട്ടിയിൽ ചോറിട്ടിട്ട് കഴിക്കൂലേ. സോ ലൈക്ക് ദാറ്റ് നമ്മൾ വേ പ്രോട്ടീൻ തീർന്ന കുടിച്ചു കഴിഞ്ഞ ഷേക്കറിൽ നമ്മൾ ഇത്തിലൂടെ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കും. ഇപ്പം എനിക്ക് ആശ്വാസമായി. ഇങ്ങനെ ചെയ്യുന്ന ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് അവരെ മെൻഷൻ ചെയ്തേക്ക്. ബേസിക്കലി കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഈ ഷേക്കറിൻ്റെയും ഈ കാലിയം വാട്ടർ ബോട്ടിലിൻ്റെയും ലിങ്ക് ഇടുമോ എന്ന്. ഐ വിൽ പുട്ട് ദിസ് ലിങ്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ. ഈ രണ്ടിൻ്റെയും പ്ലസ് വേ പ്രോട്ടീൻ ആൻഡ് ക്രിയാറ്റിൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ മസിൽ പ്ലേസിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് വെച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഓൺ യുവർ പർച്ചേസ്. സോ ഞാൻ കോഡും കൊടുക്കാം. സോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ജിം ബഡീസ് ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ എല്ലാവരും പറയുന്ന പോലെ അടിക്കുക. ടിങ് ടോങ്. ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നും കരുതുന്നു. സോ ദിസ് ഇസ് മീ ഗോകുൽ സൈനിങ് ഓഫ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.